ശ്രീജിത് പണിക്ക, ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പ് അതാണ് ഇവരെ കൂടുതൽ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് എന്നാണ്. പാകിസ്ഥാൻ്റെ പേരെവിടെയും പറയുന്നില്ല, ഈ രണ്ട് ക്രിക്കറ്റർമാരുടെ പേരും ഇവർ പരാമർശിക്കുന്നില്ല. മാത്രമല്ല, ഇവർക്ക് ഈ ചെയ്തത് തെറ്റാണെന്ന് പോലും അവർ പറയുന്നില്ല. വി റിഗ്രറ്റ് എനി കൺഫ്യൂഷൻ ഓർ ഇൻകൺവീനിയൻസ് കോസ് ടു അറ്റൻഡീസ്, അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു അബദ്ധം പിണഞ്ഞു സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കാനുള്ള ആർജവം പോലും ക്യൂബ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശ്രേനിൽ താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ അടുത്ത ഒരു വരിയിൽ അവർ കുറച്ചുകൂടി ഈ മാപ്പപേക്ഷയെ പറ്റി എഴുതുന്നുണ്ട്. വി ഡീപ്ലി റിഗ്രറ്റ് എനി ഹേർട്ട് ഓർ ഒഫൻസ് അവർ ആക്ഷൻസ് മേ ഹാവ് കോസ്റ്റ്. ഞങ്ങളുടെ പ്രവൃത്തി ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഒഫൻസീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നും, ഇറ്റ് വാസ് നെവർ അവർ ഇൻറ്റൻഷൻ ആൻഡ് വി സിൻസിയർലി അപ്പോളജൈസ് ടു ദോസ് അഫക്റ്റഡ്. അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. അങ്ങനെ ആരെയെങ്കിലും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തിയിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ച് അവിടെ കൊണ്ടുചെന്ന് ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അദ്ദേഹത്തിന് ഉപഹാരം കൊടുത്ത് തിരിച്ചുവിട്ടിരിക്കുന്ന നടപടിയിൽ ഇവർക്ക് തെല്ലും ഖേദമില്ല. അതിൻ്റെ പേരിൽ അവരാരോടും ഇതുവരെയും മാപ്പും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് ക്രിക്കറ്റേഴ്സ് ഉണ്ടല്ലോ, ഉമർ ഗുല്ലുമുണ്ട്, ഷാഹിദ് അഫ്രീദിയുമുണ്ട്. ഇതിൽ ഉമർ ഗുൽ അങ്ങനെ പരസ്യമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊന്നും അങ്ങനെ നടത്തി കണ്ടിട്ടില്ല. പക്ഷേ ഷാഹിദ് അഫ്രീദി അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്, സെലിബ്രിറ്റിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ഉള്ള ആൾക്കാർക്ക്, നമ്മുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ അദ്ദേഹം ഒരു പെർസോണ നോൺ ഗ്രാറ്റ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു അൺവെൽക്കം പേഴ്സൺ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഇന്ത്യയിൽ നമുക്കറിയാം, ഈ നടപടികളുടെ ഭാഗമായിട്ട് വീസ റിവോക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ വീസയും റിവോക്ഡ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതി നിലവിലില്ലാത്തയാളാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ഗവൺമെൻറ് ഓർഡർ വഴി ബാൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് ഉണ്ട്, അതിൽ അദ്ദേഹം സജീവമാണ്. അദ്ദേഹത്തിന് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ ISPകളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അറിയിച്ച് ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും അൺവെൽക്കം ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഈ ആൾക്കാർ വിദേശത്ത് വെച്ച് സ്വീകരിച്ച് ആനയിച്ച് അവിടെ കൊണ്ടുചെന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരമുണ്ടാക്കി അവസാനം അദ്ദേഹത്തിന് ഉപഹാരം കൊടുത്ത് തിരിച്ചയക്കുന്നത്. വെറുതെ അങ്ങ് ബാൻ ചെയ്യുകയായിരുന്നില്ല. അദ്ദേഹത്തിന് കുറേയധികം ഫോളോവേഴ്സ് ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ബാൻ ചെയ്യുകയായിരുന്നില്ല നമ്മുടെ രാജ്യം ചെയ്തത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ്. ഒരു പ്രസ്താവന അദ്ദേഹം നിരന്തരമായി പറയുന്ന ഒരു പ്രസ്താവനയാണ്, കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്നാണ് അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകേണ്ടതില്ല, സ്വയം നിർണയ അവകാശമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായി കാശ്മീർ മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യയാണ് എന്നുള്ള നമ്മുടേതായിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനെ വയലേറ്റ് ചെയ്യുന്ന ഒരു നയമാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വോക്കലാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, പഹൽഗാമിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന അറ്റാക്കുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അങ്ങേയറ്റം ആപൽക്കരമാണ്, അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. അദ്ദേഹം രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിനെ വിശേഷിപ്പിച്ചത്. അതിലൊന്ന് ഇനെഫിഷ്യൻ്റ് എന്നും മറ്റൊന്ന് യൂസ്ലെസ് എന്നുമാണ്. ഇന്ത്യയുടേത് കാര്യപ്രാപ്തി ഇല്ലാത്ത സൈന്യമാണ്, ഇന്ത്യയുടേത് പൂർണ്ണമായും ഉപയോഗശൂന്യമായിട്ടുള്ള സൈന്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്ത ആപൽക്കരമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന, നമ്മളാണ് ടെററിസം സ്പോൺസർ ചെയ്യുന്നത് എന്നാണ്. പാകിസ്ഥാനല്ല, മറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യക്കാരെ തന്നെ കൊല ചെയ്തതിന് ശേഷം അതിൻ്റെ പഴി പാകിസ്ഥാന് മേൽ ചാരുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധത പറയുന്ന, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ മെയ് 17 പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അവരുടെ നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ എന്താ ബെന്യാമിൻ മഷ്റൂമോ എന്തോ പറഞ്ഞിട്ടെന്തോ സംഭവമുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ പേരിൽ അദ്ദേഹത്തിനെ അഭിനന്ദിച്ച് അദ്ദേഹം പോകുന്ന സമയത്ത് എന്തോ പ്രിൻ്റ് ചെയ്ത ഒരു പലകയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ഇൻ്റർനാഷണലി വാർത്തയായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ പാൽക്കുപ്പികളായിട്ടുള്ള കുറേയധികം ആൾക്കാർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പഹൽഗാമിനെ പറ്റി അറിയാതെ അതിനെ കേവലം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്ന് മാത്രം അറിയുന്ന കുറേ ആൾക്കാർ അവിടെ പോയി ഇയാൾക്ക് അവിചാരിതമായിട്ട് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സ്വീകരണം കൊടുത്തിരിക്കുന്നത്. കാരണം അത് അൺഅനൗൺസ്ഡ് ആണ്, അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അത് അൺപ്ലാൻഡ് ആണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കേവലം മുസ്ലിം ആയതോ പാകിസ്ഥാനി ആയതോ ഒന്നുമല്ല പ്രശ്നം, മറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഉമർ ഗുല്ലിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഷാഹിദ് അഫ്രീദിക്ക് കിട്ടുന്നത്. രണ്ടുപേരുടെയും പോപ്പുലാരിറ്റി വ്യത്യസ്തമാണ് ഇന്ത്യയിൽ എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും
ഈ ഷാഹിദ് അഫ്രീദിക്ക് ഈ ഒരു അമിത പ്രാധാന്യം കിട്ടുന്നതിന്റെ കാരണം ഇതാണ്. അല്ല ശ്രീജിത്ത്, ഔചിത്യം. സപ്പോസ് ശ്രീജിത്ത് ഇപ്പോൾ ഉമർ ഗുല്ല് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുമായിരുന്നോ? ഉമർ ഗുലിനെ മാത്രമായിട്ട് ഇവർ പോയി പങ്കെടുപ്പിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഈ UAE പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത് ഷാഹിദ് അഫ്രീദിയുടെ ഒപ്പമാണ്. അപ്പൊ അതിനുവേണ്ടി വന്നിരുന്ന സമയത്താണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉമർ ഗുലിനെ മാത്രം അവിടെ കൊണ്ടുവന്നവർ സ്വീകരിപ്പിക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അത് ഷാഹിദ് അഫ്രീദി ആയതുകൊണ്ട് മാത്രമാണ്. ഈ ക്രൗഡ് ചീർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബൂം ബൂം എന്ന് വിളിച്ചിട്ട് അഫ്രീദിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഫ്രീദിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു പരിപാടി എങ്ങനെ നടക്കും എന്നാലോചിച്ച് നോക്കുക. ഇവർ ഈ പറയുന്നത് പോലെ അവിചാരിതമായി ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുന്ന ഒരാളെന്നുമല്ല അഫ്രീദി. അദ്ദേഹം പാകിസ്ഥാന്റെ പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ്. വളരെ മികച്ച ഒരു ലോങ് ഇന്റർനാഷണൽ കരിയർ ഉണ്ടായിരുന്ന ആളാണ്. നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്റ്റാർഡമുള്ള ഒരു ക്രിക്കറ്റർ ഏതോ ഒരു സംഘടനയുടെ, ഒന്ന് ആലോചിച്ച് നോക്കാം, അഫ്രീദി ഈ സംഘടനയെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് UN ഒരു പരിപാടിയിലേക്ക് ഗേറ്റ് ക്രാഷ് ചെയ്തിരിക്കുന്നൊന്നുമല്ല. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഏതോ കാലത്ത് പഠിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ, ബിടെക്കുകാർ, അവരുണ്ടാക്കിയിരിക്കുന്ന അസോസിയേഷനാണ്. അപ്പോൾ ആ അസോസിയേഷൻ്റെ പരിപാടിയിൽ എനിക്ക് അദമ്യമായ ആഗ്രഹമാണ്, എനിക്ക് പങ്കെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു അഭിലാഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് പങ്കെടുക്കേണ്ടുന്ന ഒരു കാര്യവും അഫ്രീദിക്കെന്നല്ല, ഉമർ ഗുല്ലിനും ഇല്ല, ഒരാൾക്കുമില്ല. പാകിസ്ഥാന്റെ ടീമിലേക്ക് ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത ഒരാൾക്ക് പോലും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇൻവൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. അത് നേരത്തെ കൊടുത്തോ, 10 ദിവസം മുമ്പ് കൊടുത്തോ, 10 മിനിറ്റ് മുമ്പ് കൊടുത്തോ, എങ്ങനെ കൊടുത്താലും ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന്, മറ്റേ വേറൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അവിടെ പുറത്ത് കാത്തു നിന്ന് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഇത് അവതരിപ്പിക്കുകയെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. തന്നെയുമല്ല, ഇതൊരു വ്യക്തിയല്ല, ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ നിരവധി ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിലെ പല മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരായിരിക്കും. ഈ ആൾക്കാരെല്ലാം ഒരേപോലെ ചിന്തിക്കണം എന്നൊന്നുമില്ലല്ലോ ഒരു സംഘടനയിലാകുമ്പോൾ. അപ്പോൾ ഒരാളിനെ വിളിക്കുന്നതിന് വേണ്ടി ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. മറിച്ച് ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പാണ് ആ തീരുമാനമെടുക്കുന്നത്. അവരെല്ലാവരും ഒരേപോലെ ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും ആരെങ്കിലും പോയി അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതും. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റിൽ വരുന്ന, അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണോ അദ്ദേഹം അവിടെ പെരുമാറിയത്? വീഡിയോയിൽ കാണാം, ആ ഗേറ്റ് കടന്ന്, അല്ലെങ്കിൽ ആ പ്രവേശന കവാടം തുറന്ന് വരുന്നത് മുതൽ അദ്ദേഹത്തിനെ എസ്കോർട്ട് ചെയ്യാൻ ആളുണ്ട്, അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് അഷർ ചെയ്ത് കൊണ്ടുപോകാൻ ആളുണ്ട്, അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് ആളുണ്ട്, അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് പറയാൻ ആളുണ്ട്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കും എന്ന് പറഞ്ഞ മൈക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കേരളത്തിനെ കുറിച്ച് അദ്ദേഹം അയവിറക്കുകയോ അയവെട്ടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹന സമ്മാനവും ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ ഇറക്കി വിടുന്നത്. ഈ സമയം അത്രയും ക്രൗഡിന്റെ ബിഹേവിയർ നോക്കുക. ബൂം ബൂം എന്ന് വിളിച്ചിട്ട് അവരെല്ലാവരും തന്നെ ചീർ ചെയ്യുകയാണ്. ഒരാളിൻ്റെ പോലും ഒരു എതിരഭിപ്രായമോ ഒരു എതിർ സ്വരമോ അവിടെ ഇല്ല എന്ന് വെച്ചാൽ ഈ അഫ്രീദിയെ കൊണ്ടുവരുന്നതിൽ അവിടെ ഒരു കൺസെൻസസ് ഉണ്ട് എന്നാണ്. കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഗൂഢാലോചന അല്ലെങ്കിൽ കോൺസ്പിറസി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് തിരിച്ചു വിടുന്ന ആ സമയം വരെയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് എങ്ങനെയാണോ ഒരു ഗസ്റ്റ് വരുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആൾ വരുന്നത്, അതേപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയുമല്ല, പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇതിനെ അവർ കൊടുത്തിരിക്കുന്ന ആ വാർത്തയുടെ അവസാനത്തെ പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഇവന്റ് എന്നാണ്. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, ഇത് പാകിസ്ഥാനി അറ്റൻഡീസും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ അറ്റൻഡീസ് മാത്രമല്ല, പാകിസ്ഥാനി അറ്റൻഡീസും ഈ ചടങ്ങിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഷാഹിദ് അഫ്രീദിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് അഫ്രീദിയെ കൂടാതെ ഉമർ ഗുല്ലിനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാണ്. അപ്പൊ ക്ഷണിക്കപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഇവർ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും, ഇവരെ ഓൺ ചെയ്താലും ഇല്ലെങ്കിലും ആ രാജ്യത്ത് നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഇത് പറയുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇവരുടെ ഈ വിശദീകരണത്തിൽ അവർ പറയുന്ന ഒരു കാര്യം നോക്കൂ. നോ മെമ്പർ ഓഫ് അവർ ഓർഗനൈസിംഗ് ടീം, ഒഫീഷ്യൽസ് ഓർ ആലുമിനി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദം ഓർ കോർഡിനേറ്റഡ് ദെയർ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഘടനക്കാർ നമ്മളോട് പറയണം, ആരാണ് ആ ഒരു ചേട്ടൻ? അതായത് ആ ഡോറ് തുറന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ ആരാണ്? ആ ചേട്ടനും ഗേറ്റ് ക്രാഷ് ചെയ്ത് വന്നതാണോ? ആ ചേട്ടൻ ഇവിടെ ക്യൂബയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഈ ക്യൂബ മുകുന്ദന്മാരെ കണ്ടേക്കാം എന്ന് കരുതി അദമ്യമായ നേരത്തെ യുവരാജാണെന്ന് പറഞ്ഞത്. അതായത് ഇവരുടെ ഒരു കേന്ദ്രീകൃത സംഘടനയുണ്ട്, കുസാറ്റിന്റെ അലുമിനി അസോസിയേഷനുകളുടെ മൊത്തത്തിലുള്ള അലൂമിനി അസോസിയേഷനുകളുടെ UAE-യിലുള്ള അല്ലേ? അതെ, അവരുടെ ഒരു കേരള കേന്ദ്രീകൃത സംഘടനയുണ്ട്. അതിന്റെ ഹെഡാണ് ഈ പറയുന്ന ആള്. ആളുടെ പേര് ദീപു എന്നാണ്. ദീപു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ ആരാണെന്ന് കരുതിയിട്ടാണ് ഇവരിവിടെ എൻട്രി കൊടുക്കുന്നത്. ഇനി അവിടെ നിന്ന് താഴെ നിന്ന് ചീർ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണോ? അല്ലല്ലോ.
അവരെല്ലാവരും ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെയുള്ള ഒരാളിനും എതിർപ്പില്ലാത്ത, അവിടെ ഒരാൾ അഷർ ചെയ്ത് കൊണ്ടുവന്ന് അവിടെ മൈക്കെടുത്ത് സംസാരിച്ച് മറ്റുള്ള ആൾക്കാർ വേദി പങ്കിട്ട് കേരളത്തിനെ പറ്റി സംസാരിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോകുന്ന സമയത്ത് ഈ പൊതിഞ്ഞു കെട്ടി എല്ലാം കൂടെ കാര്യങ്ങളെല്ലാം കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാകണം. ഇനി വേണമെങ്കിൽ അവർക്ക് പറയാം കേട്ടോ, വേറെ ആരെങ്കിലും ആദരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ശിലാഫലകം എടുത്ത് അഫ്രീദിക്ക് കൊടുക്കുകയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനുമായി സംഘർഷമുള്ള ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധതയും നമ്മുടെ സൈന്യത്തിനെ എതിർത്തും സംസാരിക്കുന്ന ഒരു മതവെറിയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ഒരു സ്വീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ അത് ഇത്ര പ്രശ്നമാകുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആ തരത്തിലുള്ള പാൽക്കുപ്പികളല്ല കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പഠിച്ച് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഐക്യു വേണം, നല്ല പെർഫോമൻസ് വേണം. പിന്നെ നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി താമസിക്കുകയാണെങ്കിലും നമുക്ക് രാഷ്ട്രീയത്തിൽ എത്ര താല്പര്യമില്ല എങ്കിലും അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണ് എന്നതിനെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്ത് ഇന്ത്യക്കാരെ കൊന്ന് പാകിസ്ഥാനെ ആരോപിക്കുകയാണ് എന്ന് പറയുകയും കാശ്മീർ സ്വതന്ത്രമാണ് ആകണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളിനൊരു സ്വീകരണം നൽകിയാൽ, ആ സ്വീകരണം നൽകുന്ന ആൾക്കാരെല്ലാവരും വെറ്റ് ബിഹൈൻഡ് ഇയേഴ്സ് ആണെന്നോ അവർ വളരെ നൈവായിട്ടുള്ള ആൾക്കാരാണെന്നോ ഉള്ള ഒരു നറേറ്റീവ് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന, അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതിൻ്റെ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നിയത്. We remain committed to maintaining the cultural and inclusive spirit of our country. We appreciate the continued support and understanding of the wider community. ഞങ്ങൾ വളരെ ഇൻക്ലൂസീവായിട്ടാണ് പെരുമാറുന്നതെന്നാണ് ഈ ക്യൂബ പറയുന്നത്. ഒരുപക്ഷെ ആ ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളിനോട് പോലും ഒരു ബ്രദർലി അഫെക്ഷനോട് കൂടി നമ്മളിവിടെ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നമുക്ക് അത്ര വലിയ വിശാലമായിട്ടുള്ള ഒരു ഹൃദയവിശാലതയോ ഒന്നും ആ രീതിയിലുള്ള ഒരു സവിശേഷ മനസ്കതയൊന്നും നമുക്കില്ല. നമ്മുടെ രാജ്യത്ത് അൺസോളിസിറ്റഡ് ആയിട്ട് കയറി വന്ന് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരോട് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ കഴിയാത്ത ആൾക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ച് ആ സമയത്ത് ഇല്ലാതാക്കിയിരിക്കുന്ന ആൾക്കാരോട് ഈ പറയുന്ന കൾച്ചറൽ ഇൻക്ലൂസിവിറ്റിയുടെ പേരിൽ പോയി തോളത്ത് കൈയിട്ട് വാ ചേട്ടാ നമുക്ക് ഒന്നിച്ചിരിക്കാം, നമുക്ക് സംസാരിക്കാം, പോകുന്ന വഴിക്ക് ചേട്ടൻ ഒരു പലക പൊതിഞ്ഞു തരാം എന്നൊന്നും പറയാനായിട്ടുള്ള ഹൃദയവിശാലത ഇന്ത്യക്കാർക്കില്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിനില്ല. വളരെ കൃത്യമായി നമ്മുടെ നയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇനി പാകിസ്ഥാനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, മറ്റൊന്ന് ടെററിസം. ഈ ക്രിക്കറ്റ് താരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിഷ്കളങ്കത നടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കളിയാണെങ്കിലും ആ കളിയെ കാര്യമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബൈലാറ്ററൽ സീരീസ് ഇല്ലാത്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ന്യൂട്രൽ വേദികളിൽ മാത്രം ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ കളിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ അടുത്തിടെ നടന്നിരുന്ന ഒരു ടൂർണമെന്റ് നോക്കുക, നമ്മൾ ആ ടൂർണമെന്റ് എവിടെയാണോ നടക്കുന്നത് അവിടെ ഒരു കളി പോലും കളിച്ചിട്ടില്ല, മറ്റുള്ള സ്ഥലത്താണ് കളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു ഡിപ്ലോമസി ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിന് ചേർന്ന് തന്നെയാണ് ഈ തീരുമാനം എല്ലാവരും എടുക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവരിതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏപ്രിൽ 5-ാം തീയതിയാണ് ഇവർ ഈ ഹാള് ബുക്ക് ചെയ്തിരിക്കുന്നത്. പരിപാടി നടക്കുന്നത് മെയ് 25-നാണ്. 5-ാം തീയതി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ കാലം മുതൽ കാശ്മീരിനെ ചൊല്ലി ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുണ്ട്. പോട്ടെ, ഈ രീതിയിലത്തേക്കുള്ള ഒരു സൈനിക നടപടി അന്നില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഏപ്രിൽ 22-ാം തീയതി പഹൽഗാം നടക്കുന്നു. ഏപ്രിൽ 22 കഴിഞ്ഞ് 1 മാസവും 3 ദിവസവും ഇവർക്ക് ഈ പരിപാടി മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുണ്ട്. പക്ഷേ എന്നിട്ടും അവരത് മാറ്റുന്നില്ല, പരിപാടി ക്യാൻസൽ ചെയ്യുന്നില്ല, മറ്റൊരു വേദി കണ്ടെത്തുന്നില്ല, പോസ്റ്റ്പോൺ ചെയ്യുന്നില്ല. മറിച്ച് ഇവർ PAD എന്ന ഓമന പേരിൽ വിളിക്കുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ വെച്ച് തന്നെ ഇവർ ഈ പരിപാടി നടത്തുകയാണ്. അതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത്, അറ്റ് ദ ടൈം ഓഫ് അവർ ഇവന്റ് ദ ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഹാഡ് ഓൾറെഡി ഈസ്ഡ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിന് ആ സമയത്തേക്ക് അയവ് വന്നിട്ടുണ്ട് എന്ന് ഇവർ സ്വയം പറയുകയാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അഫ്രീദിയെ പറ്റി ഇവർ അറിഞ്ഞേ മതിയാകും. അഫ്രീദിയുടെ പ്രസ്താവനകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർ അറിഞ്ഞേ മതിയാകും. അപ്പോൾ ഇവർ സ്വയം തീരുമാനിക്കുകയാണ് ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് എല്ലാം തീർന്നിട്ടുണ്ടോ? ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്ന നടപടി, ഇവിടെ നിന്ന് പാകിസ്ഥാൻകാരെല്ലാം പൊക്കോണമെന്ന് പറഞ്ഞ കാര്യത്തിൽ അയവ് വരുത്തിയിട്ടില്ല. പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാരുടെ മെഡിക്കൽ ആവശ്യത്തിന് വരുന്ന പാസ്പോർട്ടോ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടോ നിലനിൽക്കും എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അവരുടെ എല്ലാവരുടെയും ഇഷ്യൂ ചെയ്തിരിക്കുന്ന വിസയാണ് ഉദ്ദേശിച്ചത്, വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്ന നടപടി ഇന്ത്യ റിവോക്ക് ചെയ്തിട്ടില്ല. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബേയൻസിൽ വെച്ചിരിക്കുന്നത് നമ്മൾ മാറ്റിയിട്ടില്ല. ഈ 2 വിഷയങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞ കാര്യത്തിൽ മാറ്റമില്ല. ഡിപ്ലോമാറ്റിക് റാം ഡൗൺ നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. അവിടെ 55 പേരുണ്ടായിരുന്നതിനെ 30 പിന്നീടും കുറച്ചു. തന്ത്രപരമായിട്ടുള്ള പൊസിഷനുകളിൽ നിന്നിരുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഈ ഡിപ്ലോമാറ്റിക് ടെൻഷൻ അതേപോലെ നിലനിൽക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവന്മാരാരാണ് ഈ
ചേട്ടന്മാർ തീരുമാനിക്കാനായിട്ട്, ഈ ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസി ചെയ്തതുകൊണ്ട് നമുക്കിനി ഈ പരിപാടി അങ്ങ് നടത്തിയേക്കാം എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ്? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിശദീകരണങ്ങളൊന്നും തന്നെ ന്യായമല്ല, മതിയല്ല. ആകെ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി, ഗൂഢാലോചനയോടുകൂടി ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്ന് അവിടെ സംസാരിപ്പിച്ചു. കേരളം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. ഇന്ത്യ അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നൽകിയെന്ന വാർത്ത പാകിസ്ഥാനിൽ ക്രിയേറ്റ് ചെയ്തു. ഇതിന് പിന്നിൽ ആരാണെങ്കിലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എല്ലാവരെയും തന്നെ പിടികൂടണം. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരണം. അവിടെ മാത്രമേ ഇത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയുള്ളൂ, അവിടെ മാത്രമേ ഇതിന് ക്ലോഷർ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീയാനൽ, ഓക്കെ, എഞ്ചിനീയർമാരുടെ ഈ സംഘടന സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു സംഘടനയാണെന്ന് പോലും ആരും വിശ്വസിക്കില്ല. ഒരുപക്ഷെ ഈ പാഡ് പാകിസ്ഥാൻ അസോസിയേഷൻ ഇൻ ദുബായ് ഒരുപക്ഷെ ആ ഹാൾ സൗജന്യമായിട്ടായിരിക്കും വിട്ടുകൊടുത്തത് എന്നും നമുക്ക് അനുമാനിക്കാം.